പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുൻ വൈസ് ചാൻസലർക്ക് വീഴ്ച സംഭവിച്ചതായി ഗവർണർ നിയമിച്ച കമ്മീഷന്റെ റിപ്പോർട്ട്. മുൻ വി.സി. എം.ആർ. ശശീന്ദ്രനാഥ് സമയബന്ധിതമായി നടപടിയെടുത്തില്ലെന്നാണ് കണ്ടെത്തൽ. അസിസ്റ്റന്റ് വാർഡൻ ചുമതല നിറവേറ്റിയില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസ് എ. ഹരിപ്രസാദ് അന്വേഷണ റിപ്പോർട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറി. സിദ്ധാർത്ഥന്റെ മരണത്തിനിടയായ സാഹചര്യങ്ങളാണ് ജസ്റ്റിസ് എ. ഹരിപ്രസാദ് അന്വേഷിച്ചത്. സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം. മുൻ വൈസ് ചാൻസലർ എം.ആർ. ശശീന്ദ്രന് വീഴ്ച സംഭവിച്ചെന്നാണ് പ്രധാന കണ്ടെത്തൽ. സമയബന്ധിതമായി നടപടിയെടുക്കുന്നതിൽ മുൻ വൈസ് ചാൻസലർ പരാജയപ്പെട്ടെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. അസിസ്റ്റന്റ് വാർഡൻ വിവരം അറിഞ്ഞിട്ടും ചുമതല നിറവേറ്റിയില്ല. സിദ്ധാർത്ഥിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംഘടനയ്ക്ക് പുറത്തുനിന്നും സഹായം ലഭിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർവകലാശാല അധികൃതരുടെ വീഴ്ചകൾ സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമാക്കിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് ഗവർണർക്ക് കൈമാറിയത്. സർവകലാശാല അധികൃതർ സിദ്ധാർത്ഥന്റെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ, മാതാപിതാക്കൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ഫെബ്രുവരി 18-നാണ് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കളുടെ സംശയത്തിന് പിന്നാലെ റാഗിംഗ് സെൽ നടത്തിയ അന്വേഷണത്തിലാണ് സിദ്ധാർത്ഥ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തിൽ വൈസ് ചാൻസലർ ആയിരുന്ന എം.ആർ. ശശീന്ദ്രനാഥിനെ ഗവർണർ പുറത്താക്കിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തുടർ നടപടികൾ ഉടൻ സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.